ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാവേരി ആണെങ്കിൽ വളരെ വിഷമത്തിലാണ്. നിലയുടെ ഓപ്പറേഷൻ നടത്താനുള്ള പൈസ എല്ലാം തന്നെ നഷ്ടപ്പെട്ട് അവൾ ഇനി എന്ത് ചെയ്യും എന്നൊരു ഓപ്ഷനിൽ അങ്ങനെ ആലോചിച്ച് നടക്കുകയാണ്. അങ്ങനെ അവൾ വീട്ടിലോട്ട് വരുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ നരനാണെങ്കിലും നരനും വീട്ടിൽ ചെറിയ പ്രശ്നമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അവന്റെ കല്യാണക്കാരൊക്കെ സംസാരിച്ചിട്ട് അവിടെയും ചെറിയ പ്രശ്നമായിട്ട് ആ മൂഡ് ഓഫ് ആയിട്ട് അങ്ങനെ പുറത്ത് വന്നിരിക്കുന്നുണ്ട്. ആ സമയത്ത് വിനീത് ആണെങ്കിൽ ആ വാടക വീട്ടില് അവൻ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പള്ളിയിൽ അച്ഛൻ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കൃത്യസമയത്ത് തന്നെ നല്ല രീതിയിൽ തയ്ച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ വീട്ടിൽ ചെന്നിരുന്നിട്ട് പ്രയത്നിക്കുകയാണ്. അവൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. പെട്ടെന്ന് എല്ലാം തന്നെ തയ്ച്ചെടുക്കുകയാണ്. ആ പൈസ അത് കൊണ്ടു കൊടുത്തിട്ടെങ്കിലും അതെങ്കിലും കുറച്ച് പൈസ കിട്ടുമല്ലോ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട്. അതിനു വേണ്ടിയാണ് അവൻ അങ്ങനെ കഷ്ടപ്പെടുന്നത്. അങ്ങനെ ആ തയ്യൽ മെഷീന്റെ ശബ്ദം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ നരന് അത് ഇഷ്ടപ്പെടുന്നില്ല. നരന് അത് ദേഷ്യം വരുന്നുണ്ട് അതിന്റെ ശബ്ദം കേട്ടിട്ട്. അവനാണെങ്കിൽ ഇങ്ങനെ അവനൊന്ന് സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇതാവാൻ വേണ്ടി ഇനി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഓടി വന്നിട്ട് ആ വാടക വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വിനീതിനോട് വന്നിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്താണോ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സാറേ, ഞാൻ ഇവിടെ ഇത് ചെയ്യാണ്, തുന്നുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനല്ലേ വീട് തന്നത്, ഇതുപോലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാനാണ് വീട് തന്നത്. അത് ശരി, തനി ഇതൊക്കെ ഇവിടെയാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിനീത് പറയുന്നത്, സാറേ പുറത്തൊരു റൂം എടുക്കാൻ നോക്കിക്കഴിഞ്ഞാല് അത് നടക്കില്ല, അത് നല്ല വാടകയാണ് എന്ന് പറയുന്നുണ്ട്. അത് ശരി, അപ്പൊ ഇവിടെ തന്നെ നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ താമസവും ഒക്കെ കൂടി ഇവിടെ നടത്താമെന്ന് വിചാരിച്ചു എന്നും ചോദിച്ചിട്ട് നരൻ അങ്ങോട്ട് ചൂടാവാണ്. അപ്പൊ അല്ല സാറ് എന്ന് പറഞ്ഞിട്ട് എടുത്തു മാറ്റടോ എന്ന് പറഞ്ഞിട്ട് എല്ലാതും അവിടെ ഉണ്ടായിരുന്ന തുണികളും സാധനങ്ങളൊക്കെ വലിച്ചെറിയുകയാണ് നരൻ വന്നിട്ട്. അപ്പോൾ അത് ഭയങ്കര വിഷമാവുന്നുണ്ട് വിനീതിന്. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട് ഒഴിഞ്ഞു പൊക്കോളണം, ഇവിടെ ഇനി നിങ്ങൾ താമസിക്കേണ്ട എന്ന് നരൻ ഒരു അന്ത്യശാസനം പോലെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ കാവേരി വരികയാണ്. കാവേരി വിനീത് വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുണികളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ചിന്നിച്ചിതരെ കിടക്കുകയാണ്. അപ്പൊ കാവേരി ചോദിക്കുന്നുണ്ട്, എന്താ വിനീതേട്ടാ ഇതെന്താ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്, ഇതെന്താ ഇത് എടുത്തു വെക്കാത്തെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആ സാറ് വന്നായിരുന്നു. ആ സാറ് പറഞ്ഞു ഇവിടെ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കരുതെന്നും അതുപോലെ തന്നെ ഇവിടെ തയ്ക്കേണ്ട, നമ്മളോട് വീട് മാറിപ്പോകാനൊക്കെയാണ് പറഞ്ഞത്. ഞാൻ കാരണം ഇപ്പോ പൈസയും നഷ്ടപ്പെട്ട് ഇനിയിപ്പോ ഈ ഒരു കാരണത്തിന്റെ പേരിൽ ഇപ്പോൾ ഈ വീട് മൊഴിയേണ്ടി വരുമോ കാവേരി എന്നിങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് വിനീതേട്ടൻ വിഷമിക്കാതിരിക്കുക, അങ്ങനെ അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാവേരി നേരെ പോകുന്നത് നരന്റെ അരികിലേക്കാണ്. അപ്പൊ നരനാണെങ്കിൽ ഇങ്ങനെ ടെറസിന്റെ മുകളിൽ നിൽക്കുകയാണ്. അങ്ങനെ നരന്റെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, സാർ അവിടെ എന്താ വിനീതേട്ടനോട് മോശമായി സംസാരിച്ചില്ലേ, വിനീതേട്ടന് ആ തൊഴിലെ വിനീതേട്ടനെ അറിയുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ ഞങ്ങൾ വളരെ വിഷമത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്, ഞങ്ങളുടെ അനിയത്തിയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള പൈസ നഷ്ടപ്പെട്ടിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് സാർ ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് ഒഴിയാൻ പറയരുത് പ്ലീസ് എന്ന് പറയുകയാണ്. ഞങ്ങളിപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാറ്, ആ വീട് ഒഴിയാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ധർമ്മസങ്കടത്തിലായി പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കാവേരി നരനോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ നരൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, ഇമാതിരി ശബ്ദങ്ങളൊന്നും തന്നെ ഇവിടെ നിന്ന് പാടില്ല, ഇത് നിങ്ങൾ പൊക്കോളണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും അവൾ പറയുന്നുണ്ട്, ഞാൻ സാറിനോട് ഞാൻ കെഞ്ചി പറയുകയാണ്, വല്ലാത്തൊരവസ്ഥയിലാണ്, അതുകൊണ്ടാണ് എൻ്റെ അനിയത്തിയെ ആശുപത്രിയിൽ ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, ഹാർട്ടിനാണ് ഓപ്പറേഷൻ, പക്ഷെ പൈസയൊക്കെ നഷ്ടപ്പെട്ടിട്ടൊരവസ്ഥയിൽ നിൽക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞ് കരയുന്നുണ്ട്. അവളുടെ അവസ്ഥകളും അതുപോലെ തന്നെ അവളുടെ അച്ഛന്റെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായി പറഞ്ഞ് അവൾ അങ്ങനെ കരഞ്ഞ് കണ്ണുനീര് തുടയ്ക്കുകയാണ്. അത് കേൾക്കുന്ന നാരായൺ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, നിന്റെ അനിയത്തിയുടെ ഓപ്പറേഷന് വേണ്ട പൈസ ഞാൻ തരാമെന്ന് പറയുമ്പോൾ കാവേരിയുടെ മനസ്സ് മുഖം ഒന്ന് തെളിയുകയാണ്. സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ ശരി ചെയ്യാം സാർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം, എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നീ എന്നെ വിവാഹം കഴിക്കണം എന്ന് നാരായൺ പറയുന്നത് കേട്ട് കാവേരി ഞെട്ടിപ്പോവുകയാണ്. വിവാഹം കഴിക്കാനോ? അപ്പോൾ അതെ, വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഭാര്യ ഭർത്താവായിട്ട് ശരിക്കുള്ളൊരു വിവാഹം തന്നെയായിരിക്കും. പക്ഷേ ആകെ ഒരു വർഷത്തെ എഗ്രിമെന്റിനായിരിക്കണം ആ വിവാഹം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും വളരെ വിഷമത്തിലാണ്, ഞാൻ വിവാഹം കഴിക്കാത്തതിന്റെ പേരിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു വർഷത്തെ കരാർ പറ്റുമോ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന കാവേരി ഞെട്ടിപ്പോവാണ്. കാവേരി പറയുന്നത് സാർ എന്ന് പറഞ്ഞിട്ട് അവൾ ഒന്നും മിണ്ടാതെ കണ്ണീരും തുടച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ്. അപ്പോൾ നരന് മനസ്സിലാകുന്നുണ്ട് അവൾക്ക് പറ്റില്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അവള് വേഗം തന്നെ വീണ്ടും ഈ ഹോസ്പിറ്റലിലോട്ട് വരികയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് വരുമ്പോൾ അവിടെയാണെങ്കിൽ ആകെ ബഹളം, കാരണം നിളയ്ക്ക് വല്ലാതെ അസുഖം കൂടി അവളെ ICUലേക്ക് കയറ്റിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവളെ റൂമിൽ
റൂമിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നുണ്ട്. അപ്പൊ ഡോക്ടർ കാവേരിയോട് പറയുന്നുണ്ട്, അതെ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചിട്ടാ ഈ കുട്ടിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഇതെന്താ വല്ല ഹോട്ടൽ മുറിയും വല്ലതാണോ? ഇങ്ങനെ വന്ന് അഡ്മിറ്റ് ആയിട്ട് പൈസയും കെട്ടാതെ ഈ കുട്ടിയുടെ നില ഓരോ മിനിറ്റ് കഴിയുന്തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, രക്ഷപ്പെടുത്താം. പക്ഷെ നിങ്ങൾ ഈ കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഹോസ്പിറ്റലിന് വരെ നാണക്കേടാവും. എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിന് അത് പേരുദോഷം വരും. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രശ്നം തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിൽ പൈസ ഇല്ലെങ്കിൽ ഇവിടുന്ന് ഇത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആയി കൊണ്ടുപോയിക്കോ, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അച്ഛൻ നിങ്ങൾ കൊണ്ടുപോയിക്കോ. പിന്നെ പോകുന്ന വഴി കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലട്ടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുന്ന കാവേരി ആകെ പെട്ടുപോവുകയാണ്. ഈശ്വര, ഞാൻ ഇനി എന്താ ചെയ്യാം? അപ്പോ വിനീത് ആണെങ്കിൽ കാവേരിയോട് പറയുന്നുണ്ട്, വിനീത് പറയാണ്, ഞാനാണ് എല്ലാത്തിനും കാരണം, കാവേരി നീ വിഷമിക്കേണ്ട, എന്തായാലും എല്ലാ തെറ്റും ഞാൻ ഏറ്റു പറഞ്ഞ അവളോട് സത്യങ്ങൾ തുറന്ന് പറയാമെന്ന് പറയുമ്പോ കാവേരി പറയുന്നുണ്ട്, എന്താ വിനീതേട്ടാ മിണ്ടാതിരിക്കുക, അവരോട് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം, നിലയുടെ ഓപ്പറേഷൻ നടക്കുമോ, ഒന്നും മിണ്ടാതിരിക്കുക, അതൊന്നും പറയണ്ട. അപ്പൊ ഗംഗ ഇതുപോലെ തന്നെ കാവേരിയെ കുറ്റപ്പെടുത്തുന്നു, നിന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് എവിടെ, എന്താണ് നീ ഇങ്ങനെയൊക്കെ കളിക്കുന്നത്, നിങ്ങൾ എന്തോ എന്നിൽ നിന്ന് മറക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗംഗയും വഴക്ക് പറയുന്നുണ്ട് കാവേരിയും. എന്തായാലും കാവേരി എന്തെങ്കിലും ചെയ്യാം, പെട്ടെന്ന് ശരിയാക്കാം എന്നും പറഞ്ഞിട്ട് ഡോക്ടറോടൊക്കെ ഇത്തിരി കൂടി സമയം ചോദിക്കുകയാണ്. അതുപോലെ തന്നെ റിസപ്ഷനിലും ഇത്തിരി സമയം കൂടി തരണം, ഞാൻ എങ്ങനെയും പൈസ റെഡിയാക്കി കൊണ്ടുവരാമെന്നും പറഞ്ഞ് അവൾ അങ്ങനെ ഇറങ്ങുന്നുണ്ട്. അതേസമയത്ത് നിവിൻ ആശുപത്രിയിലാണല്ലോ കാലക്കൊടിഞ്ഞ് ഇവളുടെ, അതായത് ജയബാലൻ തന്നെയാണ് അവനെ ആക്സിഡന്റ് ആക്കുന്നതും പിന്നെ അവനെ നോക്കാനായിട്ട് രാഗിണി വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ രാഗിണി ഇവളെ കാവേരിയെ കാണുന്നുണ്ട്. അപ്പൊ നിവിൻ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ കാവേരി അവനിങ്ങനെ ഉറങ്ങാണ് നിവിൻ. അപ്പൊ ആ സമയത്ത് കാവേരിയെ കാണിക്കാൻ വേണ്ടിയിട്ട് രാഗിണി അവന്റെ നെറുകയിൽ ഉമ്മം കൊടുക്കുകയും അവനെ പുതപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് കാവേരിയുടെ നെഞ്ചൊന്ന് പൊള്ളുന്നുണ്ട്. അതിനുശേഷം അവള് രണ്ടും കൽപ്പിച്ച് വേഗം തന്നെ വരികയാണ്, വീണ്ടും വരുന്നുണ്ട് നരന്റെ അരികിലേക്ക്. അപ്പൊ നരനാണെങ്കിൽ വണ്ടി എടുത്തിട്ട് ഓഫീസിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ആ സമയത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്ത് കാര്യമായാലും ഇപ്പൊ പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞില്ല ഒരു കല്യാണത്തിന്റെ കാര്യം, അതിനെക്കുറിച്ച് സംസാരിക്കാനാണെന്ന് പറയുമ്പോൾ നരൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കാവേരിയുടെ അരികിലേക്ക് വരികയാണ്. എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സമ്മതമാണ് സാറുമായിട്ടുള്ള വിവാഹത്തിന്. അപ്പോൾ 1 വർഷത്തെ എഗ്രിമെന്റ് ആണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല ട്ടാ എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം, എനിക്കിപ്പോൾ എൻ്റെ അനിയത്തിയുടെ ഓപ്പറേഷന് വേണ്ടി പൈസ വേണം, അത് സാറ് തരണം എന്ന് പറയുന്നുണ്ട്. ശരി, അതൊക്കെ ഞാൻ തരാം, അപ്പൊ എപ്പോ തരും, ഇന്ന് തന്നെ സാറ് കിട്ടണം എന്ന് പറയുകയാണ്. അപ്പൊ ഒരു എഗ്രിമെന്റ് ഉണ്ട്, ആ എഗ്രിമെന്റിൽ നീ എപ്പോ ഒപ്പിടുന്നോ അപ്പൊ നിനക്ക് ഞാൻ പൈസ തരുമെന്ന് പറയുമ്പോ എന്നാ ഇപ്പൊ തന്നെ ഒപ്പിടാമെന്ന് പറഞ്ഞു, നീ എന്റെ ഓഫീസിലോട്ട് വായോ എന്ന് പറയുകയാണ് നരൻ. അപ്പൊ ഇവര് രണ്ടുപേരും സംസാരിക്കുന്നത് നരന്റെ ഇളയമ്മ അതായത് ഗായത്രി അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോ ഇവള് കാവേരി പറയാണ്, സാറിന്റെ കൂടെ തന്നെ ഞാൻ വരാം, സാർ ഓഫീസിലോട്ടല്ലേ, എന്റെ കൂടെ ഒന്നും വരണ്ട, ഞാൻ അഡ്രസ്സ് തരാം, നീ വന്നാൽ മതി എന്ന് പറയുമ്പോ അതിനുള്ള സമയമില്ല സാറേ, ഞാൻ സാറിന്റെ കൂടെ തന്നെ വരാമെന്ന് പറയുമ്പോ എന്നാ കേറിക്കോ എന്ന് പറഞ്ഞിട്ട് അവള് കാറിൽ കയറിയിട്ട് അവന്റെ വണ്ടിയിൽ തന്നെ പോവുകയാണ്. നേരനും നമ്മുടെ കാവേരിയും കൂടിയിട്ട് കമ്പനിയിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഗായത്രി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, എന്താ ഇവര് തമ്മിലുള്ള ഇടപാട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തായാലും കാവേരിയെയും കൊണ്ട് നരൻ ഓഫീസിലേക്ക് പോവുകയാണ്. ഓഫീസിൽ ചെന്നിട്ട് അവൻ ഒരു എഗ്രിമെന്റ് പേപ്പർ അവൾക്ക് നീട്ടുകയാണ്. ഇതിൽ ഒപ്പിടാൻ പറയുന്നുണ്ട്, വായിച്ചു നോക്കിയതിന് ശേഷം ഒപ്പിടാനാണ് പറയുന്നത്. പക്ഷെ കാവേരി പറയുന്നത് എനിക്ക് വായിക്കാനൊന്നുമില്ല, ഞാൻ സാറ് പറഞ്ഞ എല്ലാത്തിനും ഞാൻ സമ്മതമാണ് എന്ന് പറഞ്ഞ് അവൾ ഒപ്പിട്ട് കൊടുക്കുകയും 15 ലക്ഷം രൂപ ചോദിച്ചിട്ട് അവൾ നിളയുടെ ഓപ്പറേഷനുള്ള പൈസ നമ്മുടെ നരൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.